കാര്യങ്ങളിലാണ് അതിനെ വ്യാപരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്, ഒരു വലിയ ചിന്ത നടക്കുകയാണ്. നേച്ചറിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടാൽ നമ്മളൊക്കെ നേച്ചറിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നത് ഒന്നുമല്ല. ബി കൈൻഡ് ഇനഫ് ടു മദർ നേച്ചർ എന്നാണ് പറയുന്നത്. ബി കൈൻഡ് ഇനഫ് ടു മദർ നേച്ചർ. എന്താണ് പ്രകൃതിയെ കുറിച്ച്, ഈ പ്രകൃതിയിലെ കാര്യങ്ങളെ കുറിച്ച് ഒക്കെ ചിന്തിക്കുന്ന കുഞ്ഞാണിത്. മദർ നേച്ചർ എന്നാണ് പറയുന്നത്. അമ്മയായിട്ടാണ് പ്രകൃതിയെ വർണ്ണിക്കുന്നത്. അതിനോട് യു ഷുഡ് ബി കൈൻഡ് ഇനഫ്, നിങ്ങൾ അങ്ങനെ ആയിരിക്കണം ഈ പ്രകൃതിയോട് എന്ന് പറയാണ്. ഒരു കുഞ്ഞു പറയാണ് നമ്മളോട്, സത്യത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. പിന്നെ നമുക്ക് ഓട്ടിസം എന്ന് പറയുന്ന നമ്മുടെ എല്ലാ തെറ്റായ ധാരണകളെയും കുഞ്ഞു തിരുത്തുകയാണ്. എല്ലാ ധാരണകളെ, നമുക്ക് എല്ലാവർക്കും ഉണ്ടായ ധാരണകളെ, എനിക്ക് തോന്നുന്നു എക്സ്പേർട്ടുകൾക്ക് പോലും ഉണ്ടായ ധാരണകളെ തിരുത്തുന്ന പുസ്തകമാണ്. എക്സ്പേർട്ടുകൾക്ക്, ചില വിദഗ്ധരെന്ന് പറയുന്നവരെ പോലും തിരുത്തുന്ന തരത്തിലുള്ള ഒരു അപ്രോച്ചാണ്. ഇത് ഒരു ഡിസബിലിറ്റി അല്ല ഒരു കാരണവശാലും. ഞാൻ കരുതുന്നത് ദൈവം വേറെന്തോ വരദാനമായി, വളരെ വ്യത്യസ്തമായ ഒരു കാര്യം വരദാനമായി കൊടുത്ത് അവർ ആലോചിക്കുകയും അവർ ചിന്തിക്കുകയും ചെയ്യാണ്. നമുക്ക്